ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു ദ ഡ്രീം ട്രാവലർ. അപ്പം നമ്മൾ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഇന്നിപ്പം രാവിലെ പോയി നമ്മൾ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ റൂമിൽ വന്നു. നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് ഇന്നലെ ഇട്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഫസ്റ്റ് വ്ളോഗ് ഇട്ടു. അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ആദ്യത്തെ വ്ളോഗല്ലേ, എനിക്ക് അത്ര പരിചയമൊന്നുമില്ല. അപ്പം ഇന്നലെ വ്ളോഗ് ഇട്ടു. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ നമ്മൾ ഇപ്പം ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീഡിയോ അല്ല, നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളായിരിക്കും കേട്ടോ. അല്ലാതെ ഈ നാടകീയമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, എല്ലാം റിയലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പം നാളെ അവധി ആയതുകൊണ്ട് ഇനിയിപ്പം എന്തുവാ, നാളത്തേക്ക് ഇനിയിപ്പോൾ താമസിച്ച് ഫുഡ് വെച്ചാൽ ഇപ്പം ഇനി വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് വെക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഭായിമാരൊക്കെ ഇവിടെ ഫുഡ് വെപ്പും പരിപാടിയൊക്കെയാണ്. അപ്പം അടുത്ത ആള് തന്നെ ഇവിടെ പാചകത്തിലാണ് ഞാൻ കാണിക്കുക. क्या बना रहे हैं भाई? सब्जी। क्या सब्जी बना है? सोयाबीन का सब्जी बना रहे हैं। और क्या है, रोटी है क्या? അപ്പൊ അവരവിടെ പാചകത്തില്ല. അവര് സോയാബീനും റൊട്ടി, നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കി. ഇനി ഇവരുടെ പാചകം കഴിഞ്ഞിട്ട് വേണം എനിക്ക് വെക്കാൻ വേണ്ടി. അന്നേരത്തേക്ക് നമുക്ക് കുളിച്ച് റെഡി ആകുമ്പോഴത്തേന് ബായി എല്ലാം സെറ്റ് ചെയ്യാൻ നേരത്തേക്ക്. വേറെ നമ്മുടെ 2 ഭായിമാരുണ്ടായിരുന്നു. അവര് ഒരാളിപ്പം എങ്ങാണ്ട് പോയി, ചാച്ചയുടെ അടുത്തോ എങ്ങാണ്ടൊക്കെ പോയിട്ടുണ്ട്. ഒരാളിവിടെ ഉണ്ട്, പുള്ളി ഇപ്പൊ കുളിച്ചിട്ട് പോകാൻ തുടങ്ങാം. നമുക്കിനി വൈകിട്ടത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കണേ. നമ്മുടെ പൊഴിഞ്ഞു പോയ ഓരോ ഭായിമാരൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. ചാച്ചയുടെ അടുത്ത് പോയത്, അവിടെ ചെന്നപ്പോ ആളില്ലെന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. असलम चेंज किया है चाबी, दूसरे चाबी को लेके जाएगा. അപ്പൊ പുള്ളി ഇപ്പൊ റൂമിൽ ആളില്ലെന്ന് പറഞ്ഞ് പുള്ളി തിരിച്ചു വന്നു കേട്ടോ. അസ്ലം ഭായി ആണെങ്കിൽ നല്ല പാചകത്തിലാണ്. ബ്രൂസിലി അതാണ് നമ്മുടെ ബ്രൂസിലിയാണ്. ബ്രൂസിലി ക്യാ ഹോ ഗയാ? അപ്പൊ ഓക്കെ, ഇനിയിപ്പോ ഞാന് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. നമുക്ക് അപ്പൊ ഇനി കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കാൻ നോക്കാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. വൈകിട്ടിപ്പോ എന്തോ ഉണ്ടാക്കണമെന്നൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം ഇപ്പൊ ഫുഡ് വൈകിട്ട് കഴിക്കാനുള്ള ഫുഡൊക്കെ ഏകദേശം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നും ഞാൻ കാണിക്കാം. സംഭവം അധികമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ളതുണ്ട് വൈകിട്ട്. ഇതാണ് സംഭവം. ചോറുണ്ട്, പിന്നെ ദാലുണ്ട്. ഇവിടുത്തെ മെയിൻ കറിയാ ദാല്. പിന്നെ മുട്ടക്കറി ഉണ്ട്. അതിനകത്ത് മുട്ടയില്ല, കറി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അത്രയും സാധനം പുള്ളി കൊണ്ടുവന്നു. അപ്പൊ ഇനിയിപ്പം അതൊന്ന് ചൂടാക്കണം, ഞങ്ങൾക്ക് കഴിക്കണം. പുള്ളിയാണെങ്കിൽ കുളിക്കുക, നേരത്തേക്ക് ഒന്ന് ചൂടാക്കി റെഡിയാക്കി കഴിക്കണം. അപ്പൊ ഇന്നത്തെ വൈകിട്ടത്തേക്കുള്ള ഫുഡ് സെറ്റായി. ഇനിയിപ്പം നാളത്തേക്ക് നോക്കിയാൽ. അപ്പൊ ഓക്കെ, ഞാൻ ഈ സാധനമൊക്കെ ഒന്ന് ചൂടാക്കി ഒന്ന് റെഡിയാക്കട്ടെ. നേരത്തേക്ക് പുള്ളി കുളിച്ചിട്ട് വരും. നേരത്തേക്ക് നമുക്ക് കഴിക്കാനുള്ള സമയമാണ്. അപ്പൊ ഇന്ന് എല്ലാം ഒത്തിരി ലേറ്റ് ആയി. അപ്പൊ ഒന്ന് ചൂടാക്കട്ടെ സംഭവമല്ല. അപ്പൊ നമ്മള് ഫുഡൊക്കെ വെച്ച് കേട്ടോ. ഫുഡ് നമ്മുടെ ഒരു കൂട്ടുകാരെ കൊണ്ട് തന്നു. ഫുഡൊക്കെ വെച്ച് നമ്മൾ ഇപ്പൊ ചൂടാക്കി എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്റെ മുട്ടക്കറി, ദാല്. നമ്മുടെ ആളിവിടെ ഉണ്ട്. ഇതാണ് ആള്. പുള്ളിയാണ് ഫുഡൊക്കെ നമുക്ക് കൊണ്ട് തന്നു കേട്ടോ. ഞങ്ങൾ ഇനിയിപ്പോ കഴിക്കാനുള്ള പരിപാടിയാണ്. ഇനിയിപ്പോ ചെറിയ നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് കഴിക്കട്ടെ. അപ്പൊ ഓക്കെ, സി യു.